സ്വാതന്ത്ര്യം കിട്ടിയിട്ടും സ്വാതന്ത്ര്യം എന്താണെന്ന് അനുഭവിച്ചറിയാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത, വീടില്ലാത്ത, രോഗം വന്നാൽ ചികിത്സിക്കാൻ ഇടയില്ലാത്ത ഇന്ത്യയുടെ കുഗ്രാമങ്ങളിലേക്ക് ജീവിതം പണയം വെച്ച് തീരെഴുതി വെച്ച് മാറിപ്പോകുന്നത് ഞങ്ങൾ ഈ ഭരണഘടനയെയും ഇന്ത്യൻ പ്രതിജ്ഞയെയും ഒക്കെ ഞങ്ങളുടെ ശൈശവകാലത്തിൽ തന്നെ ഹൃദയത്തിൽ സ്വീകരിച്ചത് കൊണ്ടാണ്. സ്വാതന്ത്ര്യം എന്ന വാക്ക് കേട്ടുകേൾവി മാത്രമായിരിക്കുന്ന ദുർഘട പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്ന് മതപരിവർത്തനത്തിനപ്പുറം മനപരിവർത്തനം കൊടുത്തുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ മനുഷ്യരെ പഠിപ്പിച്ചെടുക്കുന്നത് ആരെയാണ് വിറക് പിടിപ്പിക്കുന്നത്? നിങ്ങളുടെ ഏത് അധികാര കേന്ദ്രങ്ങളെയാണ് വിറപ്പിക്കുന്നത്? ഈ കാരുണ്യ പ്രവർത്തികളുടെ മേലിൽ ഞങ്ങളെ അങ്ങ് ക്രൂശിക്കുകയാണെങ്കിൽ ക്രൂശിച്ചോടെ. നിസ്വാർത്ഥ ജീവിതം നയിച്ച് ജയിലറയ്ക്കുള്ളിലേക്ക് കടത്തിവിടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ രണ്ട് സഹോദരിമാർ അവരുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത ചങ്കൂറ്റമുള്ള രണ്ടു തീരുമാനങ്ങൾ കൊണ്ട് അവരുടെ ജീവിതം രക്തസാക്ഷിത്വമായി മാറപ്പെടുമോ? നീ മിണ്ടരുത്. മിണ്ടിയാൽ മുഖമടിച്ചു പൊളിക്കും. ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചു ജീവിച്ചു, എന്നിട്ട് ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുവോ? ഇത് ഏതെങ്കിലും സിനിമയിലെ ഡയലോഗാണെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. ജ്യോതി ശർമ്മ എന്ന ഛത്തീസ്ഗഡിലെ ബെഞ്ചരിംഗൽ നേതാവ് അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിൽ നിന്നുമുള്ള കന്യാസ്ത്രീകളോട് ചോദിച്ചതാണ്. മനുഷ്യക്കടത്ത് ആരോപിച്ച് 2025 ജൂലൈ 25 ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മലയാളി കത്തോലിക്ക കന്യാസ്ത്രീകളായ സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെ പോലീസ് സ്വദേശികളായ 2 യുവതികൾക്കൊപ്പം അറസ്റ്റ് ചെയ്തത്. ആരോപണം ഉന്നയിച്ചവരാകട്ടെ ബെഞ്ചറിംഗ് ദാളും. മതപരിവർത്തനം, മനുഷ്യക്കടത്ത് തുടങ്ങി നിരവധി ആരോപണങ്ങളും ഇവർ ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ കന്യാസ്ത്രീകളുടെ ബാഗിൽ നിന്നും എടുത്ത് എറിയുകയും ചെയ്തു. സഭയുടെ കീഴിലുള്ള ക്ലിനിക്കിൽ ജോലിക്കായിട്ടായിരുന്നു ക്രിസ്ത്യൻ മതവിശ്വാസികളായ യുവതികൾ കന്യാസ്ത്രീകൾക്കൊപ്പം പോകാൻ വന്നത്. യുവതികൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിരുന്നില്ല എന്നത് മാത്രമായിരുന്നു നിയമവ്യവസ്ഥയ്ക്കെതിരെ നടന്ന ഏക സംഭവം. ജ്യോതി ശർമ്മയും സംഘവും ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള സകല സാമഗ്രികളുമായി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെങ്കിൽ സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ വിഷയത്തിൽ സർക്കാർ എടുത്ത നിലപാടും പാർലമെന്റിൽ ഛത്തീസ്ഗഡിൽ നിന്നുമുള്ള എംപിമാർ ഉന്നയിച്ച ആരോപണങ്ങളും എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കാൻ ഇവിടെ ആരുമില്ലേ. പോലീസിന്റെ സാന്നിധ്യത്തിൽ കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്യാനും ഭീഷണിപ്പെടുത്താനും ജ്യോതിക്ക് ആരധികാരം കൊടുത്തു? ഇതൊന്നും ചോദിക്കാൻ ആരുമില്ലേ ഇവിടെ. സിസ്റ്റേഴ്സിന്റെ ഔദ്യോഗിക വസ്ത്രം കാണുന്നത് തന്നെ വിരക്തമായി മാറിയതോടെ പലരും കാവ്യ നിറത്തിലുള്ള സാരിയാണ് ഉപയോഗിക്കുന്നതെന്ന് സിസ്റ്റേഴ്സ് പറഞ്ഞിരുന്നുവെന്ന് ബന്ധുക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഇന്ത്യൻ ഭരണഘടന ഇവിടെ ഓരോ പൗരനും അവകാശം നൽകുന്നുണ്ട്. ഇത് BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ ബാധകമാകാത്തത് എന്തുകൊണ്ടാണ്? എന്തായാലും തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇനി ചായ കുടിക്കാൻ മാത്രമായി ആരും അരമനകൾ കയറണ്ട എന്ന് മാർ ക്ലിമിറ്റ്സ് ഇന്നലെ പ്രതിഷേധ റാലിയിൽ പറയുകയുണ്ടായി. മാതാവിന് സ്വർണ്ണ കിരീടം നൽകിയ എംപിയും വിഷയത്തിൽ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. കോടതികളുടെ മുൻപിലും ജാമ്യാപേക്ഷയുമായി എത്തിയ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത്. പ്രോസിക്യൂഷനും ബെഞ്ചരിംഗാൾ നേതാക്കൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനും കന്യാസ്ത്രീകൾ വലിയ കുറ്റം ചെയ്തു. ജാമ്യം നൽകരുത് എന്നാണ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. ജയിലിൽ കന്യാസ്ത്രീകളെ കാണാൻ കോൺഗ്രസ് നേതാക്കളെയും CPM നേതാക്കളെയും അനുവദിക്കാതിരുന്നതിനെ കുറിച്ചുള്ള ഛത്തീസ്ഗഡ് സർക്കാരിന്റെ മുട്ടാന്യായങ്ങളും ഇതിനിടയിൽ കേട്ടു. മണിപ്പൂരിലെ പോലെ തന്നെ ഈ വിഷയത്തിലും പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് പ്രധാനമന്ത്രിയും മൗനം പാലിച്ചു. എന്തായാലും ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിഷയത്തിൽ ഇടപെടുന്നതിനെ ഏറെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒഡീഷയിൽ കന്യാസ്ത്രീയെ ബെഞ്ചരിംഗൽ പ്രവർത്തകർ ട്രെയിനിൽ നിന്ന് പിടിച്ചിറക്കി ആക്രമിച്ച സംഭവവും ഈ സംഭവത്തോട് ചേർത്ത് വെക്കേണ്ടതാണ്. മതപരിവർത്തനം ആരോപിച്ചിരുന്ന 29-കാരിയായ കന്യാസ്ത്രീയെ ആക്രമിച്ചത് ഈ സംഭവത്തിന് പിന്നിലും ബെഞ്ചരിംഗൽ പ്രവർത്തകർ തന്നെയായിരുന്നു. പാവങ്ങൾക്ക് വിദ്യാഭ്യാസവും തൊഴിലും അന്നവും ഉറപ്പാക്കിയ മിഷണറി പ്രവർത്തകർ എന്നു മുതലാണ് ചിലർക്കെങ്കിലും മതപരിവർത്തകരായി മാറിയത് എന്ന് ഇനിയെങ്കിലും ചിന്തിക്കുന്നത് നന്നാവും.